ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴേ എനിക്കൊരു പ്രത്യേക എനർജിയാ. അമ്മയുടെ മകള് അത്രയ്ക്ക് എന്റെ മനസ്സിലുണ്ട്. ശ്യാമേ, വരണൻ രാധികം പുറത്തു വന്നിട്ടുണ്ട്. മോള് വന്നോ? ശ്യാമ ഈ വേഷത്തിൽ കണ്ട പ്രശ്നമാവില്ലേ? അതെന്താ അമൃത മേഡം, ഞങ്ങള് വരുന്ന കണ്ടപ്പോഴേക്കും പിതാമയുടെ അകത്തേക്ക് പോയത്? ഏയ്, അത് ഞാൻ നിങ്ങളാണെന്നും പ്രതീക്ഷിച്ചില്ല. മ്യൂസിക് സ്കൂളിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ വരുമെന്ന് പറഞ്ഞിരുന്നു. ഫിദയുടെ അവര് വന്നു എന്ന് പറയാൻ വേണ്ടി പോയതാ. ഓ, ഫിദ, ദേ വരുന്നു. മോളെ, മോളെ, ഇത് പിടിച്ചോളൂ. രണ്ടുപേർക്കും മരുമോന്റെ വക പ്രസന്റ്. മോളെ, ഇത് വളരെ വിലപിടിച്ചതാണല്ലോ. പർദ്ദ മാത്രം ധരിക്കുന്ന എനിക്ക് എന്തിനാ മോളെ ഇത്രയും വിലപിടിച്ച ഡ്രസ്സ്? ഏയ്, അതൊന്നും സാരമില്ല. എന്തായാലും ഞാനത് തിരിച്ചു തരുന്നില്ല. എന്റെ മോനും മോളും വാങ്ങിച്ചു തന്നല്ലേ. അതുകൊണ്ട് ഞാനിത് ഒരു നിധി പോലെ സൂക്ഷിച്ചോളാം. നിധി പോലെ സൂക്ഷിക്കാനൊന്നും പറ്റില്ല. എനിക്കിത് മാഡം എടുത്ത് കാണണം. ആ, അങ്ങനെ പറ. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ. ആ, വരും. വസ്ത്രം ധരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമല്ലേ. എത്ര അടുത്ത ബന്ധമായാലും അതിനൊന്നും നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല മോനെ. ആ, ഓക്കെ. ശരി, ധരിക്കണ്ട. പക്ഷെ ഇഷ്ടായോന്ന് പറയോ? ഇഷ്ടായി, ഒരുപാട് ഒരുപാട് ഇഷ്ടായി. ശ്യാമ മാഡം, അല്ല, ശ്യാമ മാഡം സ്ഥിരമായിട്ട് കച്ചേരിക്കൊക്കെ പോകുമ്പോൾ ധരിക്കുന്ന ഒരു പാറ്റേൺ അല്ലേ ഇത്?
ആ, അതെ അതെ. ശ്യാമാമ്മയുമായിട്ട് ഇത്ര അടുപ്പുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അത് ഇഷ്ടമായിരിക്കുമല്ലോ എന്ന് കരുതി. വരന്റെ സെലക്ഷൻ എന്തായാലും മോശമായില്ല. ആ, അല്ല നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എവിടുന്ന് ഇങ്ങോട്ടാ പോരുന്നെന്ന് പറഞ്ഞാ പിന്നെ മോൾക്ക് ഭക്ഷണം ഇറങ്ങില്ലല്ലോ. അമ്മയുടെ അടുത്തിരുന്ന് കഴിച്ചാലേ സമാധാനം കിട്ടൂ. അതും ചുമ്മാ അടുത്തിരുന്ന് കഴിച്ചാ പോരാ, അമ്മ വാരി കൊടുക്കുകയും വേണം, അല്ലടോ? അതൊക്കെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമല്ലേ. എന്നെ പ്രസവിച്ച അമ്മ ഒരിക്കലെങ്കിലും എനിക്ക് വാരി തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എത്രയോ കാര്യങ്ങള് നമുക്കറിയാത്തതുണ്ട്. ആ, അത് വിട്. എന്നാ ഞാൻ ഇവർക്ക് ഭക്ഷണം എടുക്കട്ടെ. ദാ. മോളെ, ഇപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ആരുടെയും ഭാഗത്തുനിന്ന് ഉപദ്രവങ്ങളൊന്നും ഇല്ലല്ലോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോഴേ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ആ CI ഉണ്ടല്ലോ, പ്രിയങ്കയുടെ കൊലക്കേസ് അന്വേഷിച്ച CI, ഇപ്പോ സസ്പെൻഷനിലുള്ള ആള്. പുള്ളിക്കാരന് പെട്ടെന്നൊരാഗ്രഹം, പ്രതികാരം ചെയ്യണമെന്ന്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി ആള് ഞങ്ങളുമായിട്ട് മുടക്കി. അയ്യോ, എന്നിട്ട്? ആ, സാറിന്റെ ദേഹത്ത് ഇപ്പൊ യൂണിഫോം ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ. അയ്യോ, വഴക്കായോ? വരട്ടുക മാത്രല്ല, അയാളെ എടുത്തിട്ട് നന്നായിട്ട് തല്ലുകയും ചെയ്തു. വരുൺ, അങ്ങനെയൊക്കെ ചെയ്താ അവര് പ്രതികാര ബുദ്ധിയോടെ വേറെ എപ്പോഴെങ്കിലും... ഏയ്, അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? ശത്രുക്കള് ആർക്കാ ഇല്ലാത്തത്? പിതാമേടത്തിന് ശത്രുക്കളില്ലേ? നമുക്കൊരു ശത്രു ഉണ്ടെന്നും പറഞ്ഞ് പുറത്തിറങ്ങാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ശത്രു അവന്റെ ബലം കാണിക്കുമ്പോ നമ്മൾ തിരിച്ചു അത് കാണിക്കണം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല മാഡം. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴേ എനിക്കൊരു പ്രത്യേക എനർജിയാ. അമ്മയുടെ മകള് അത്രയ്ക്ക് എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ. அம்மா, அந்த பொண்ணுக்கு பைத்தியம் ஒன்றும் இல்லாம நான் நினைச்சிட்டு. அதுக்கு என்ன காரணம்? அது எனக்கு தெரியாதம்மா. அவளை எங்கேயாவது பிரச்சனை பண்ணி நமக்குள்ள நுழைஞ்சு வந்த ஒரு பொண்ணான என்று எனக்கு சின்ன ஒரு டவுட் இருக்கு அம்மா.